ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ VGT ക്രൺസ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം എഗ് മസാല. അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് മഷ്റൂം, അനിയൻ, ജിഞ്ചർ, ഗാർലിക്, എഗ്സ്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് വേവിച്ചതിന് ശേഷം മാറ്റി വയ്ക്കണം. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ വേവിച്ച മഷ്റൂം അതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ടത് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം അതിൽ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയെന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്തുമ്പോൾ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നോർമൽ ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, ബ്ലാക്ക് പെപ്പർ, പിന്നെ കുറച്ച് ഗരം മസാലയോടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യാനുസരണം ഇപ്പം നമ്മൾ ഓൾറെഡി മഷ്റൂം കുറച്ച് ഉപ്പുള്ള വെള്ളത്തിലാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ അതിൽ കുറച്ചുകൂടി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പ് നമുക്കതിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. അത് ആ പാകത്തിനനുസരിച്ച് ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്കതനുസരിച്ച് ചേർക്കാം. എനിക്ക് ഉപ്പ് ഇത്തിരി കുറവാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ നമുക്ക് ഇതിൽ മസാല ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ എരിവിനൊക്കെ ചിലവർക്ക് കുറച്ച് എരിവ് മതി, കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ എനിക്ക് ഇത്തിരി കൂടുതൽ എരിവ് വേണം, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ എരിവ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ആയി വന്നതിന് ശേഷം ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 3 മുട്ട ഇതിലേക്ക് ചേർത്ത് ഇളക്കാം. അപ്പോൾ അതൊന്ന് സെറ്റായി വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് സെറ്റായി വന്നതിന് ശേഷം രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മുട്ടയിൽ നമ്മൾ എക്സ്ട്രാ സ്പൈസസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം. എന്നിട്ട് നമുക്ക് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി ഇട്ടിട്ട് അതൊന്നൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ഇളക്കി അതൊന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അതൊന്ന് ആ കളറിലേക്ക് മാറി അതിൻ്റെ ഒരു പച്ച കുത്തൊക്കെ പോകാമെന്ന് പറയില്ലേ, ആ ഒരു ഭാഗമാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 2 സബോള ആഡ് ചെയ്യണം. ചെറുതായി അരിഞ്ഞ സബോള വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കണം. ഈ സബോളയൊക്കെ നന്നായിട്ട് മൂത്ത് മുരിഞ്ഞു വരുന്നൊരു ഭാഗമുണ്ടല്ലോ, അതുവരെ നമുക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. വേണമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില അതൊക്കെ വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൊക്കെ ചേർക്കാൻ. വേണമെങ്കിൽ പച്ചമുളക്, ചെറുതായിട്ട് എരിഞ്ഞ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം. എൻ്റെ കയ്യിൽ ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി സ്പൈസസ് ആഡ് ചെയ്യാം. ഇനി നോർമൽ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, പെപ്പർ, പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയോടെ ചെയ്യാം. നേരത്തെ നമ്മൾ ചേർത്ത അതേ സ്പൈസസ് തന്നെയാണ് നമ്മളിപ്പോഴും ചേർക്കുന്നത്. നമ്മൾ നേരത്തെ മുട്ടയിൽ മസാല ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഇതിൽ മസാല ചേർത്തത്. ഈ മസാല ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ മസാലയൊക്കെ നമ്മളിട്ട മസാലയൊക്കെ സബോളയിൽ നന്നായിട്ട് പിടിക്കണം. അത് നമുക്കിത് ഇത്തിരി ഡ്രൈ ആണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഓയിലൊക്കെ നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് ഇത്തിരി കുറച്ച് ഓയിൽ കുറവുള്ള പോലെ തോന്നി, കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് മസാലയൊക്കെ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് മുരിഞ്ഞ് വരണം. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നാലാണ് അതിൻ്റെ എരിവൊക്കെ നമ്മളിട്ട മസാലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരണം. അങ്ങനെ ഇത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മഷ്റൂം മുട്ടയും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഇതിപ്പോൾ ഒരു റോസ്റ്റ് പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ ഇതിപ്പോൾ കഴിക്കാൻ പറ്റും. നൂഡിൽസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊക്കെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റൊക്കെ കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് റോള് പോലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ആദ്യം റോള് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മാവ് എന്ന് പറയുന്നത് കടലമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന മാവാണ് കേട്ടോ. കടലമാവിൽ കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഈ മിക്സ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ തലേ ദിവസമൊന്നും നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് അപ്പോൾ തന്നെ നമുക്ക് കുറച്ചും കടലമാവ് എടുത്ത് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ദോശ ഉണ്ടാക്കാൻ പറ്റും. നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കൂടുതലും കടലമാവ് കൊണ്ടുള്ള ദോശയാണ് ഉണ്ടാക്കാറ്, അല്ലെങ്കിൽ റാഗിപ്പൊടി കൊണ്ടുള്ള ദോശ, പിന്നെ നമ്മുടെ അരിപ്പൊടി ഉപയോഗിച്ച് നീർദോശ ഉണ്ടാക്കില്ലേ അതും ഉണ്ടാക്കാറുണ്ട്.
അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കടലമാവ് കൊണ്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും എടുക്കാം, ദോശയോ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഇപ്പോൾ പൊറോട്ടയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ പൊറോട്ട ആയെങ്കിലും മതി. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് യോഗേർട്ട് ചേർക്കാം. ഇപ്പം എൻ്റെ ഇവിടെ യോഗേർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. ഇപ്പം അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന മയോണൈസൊക്കെ ആയാലും മതി. അപ്പം ഞാൻ അതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ചേർക്കാം. നമുക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അത് നന്നായിരിക്കും. ക്യാരറ്റ് അല്ലെങ്കിൽ തക്കാളി, കുക്കുംബർ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നീളത്തിലരിഞ്ഞ വെജിറ്റബിൾസ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ കുറച്ചുകൂടിയും യോഗേർട്ടൊക്കെ ഇട്ട് അതൊന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. റാപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, അതൊന്ന് പൊട്ടിപ്പോവാണ്ടൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് രണ്ടായി മുറിച്ച് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബ്രെഡിൽ 2 സൈഡിലും ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സാൻഡ്വിച്ച് ഗ്രില്ലാണ് കേട്ടോ. ഇത് ഈ റെഡ് ലൈറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഓഫ് ആകുമ്പോൾ അതിനടുത്ത് ഇത് റെഡി ചെയ്യുന്നതാണ്. ഇപ്പം അത് ഓഫായിട്ടുണ്ട്. ഞാൻ പക്ഷേ ചില സമയത്ത് അത് ഓഫാവാൻ നിൽക്കാറില്ല. കാരണം ചില സമയത്ത് നമുക്ക് അത്രയും ഇത്രയും ബ്രൗൺ ഷെയ്ഡ് വേണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാൾ മുമ്പ് എടുക്കാവുന്നതാണ്. നമ്മുടെ ഇത്രയും ചിലവർക്ക് ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആണല്ലോ ഇഷ്ടം. എനിക്ക് ചില സമയത്ത് ഞാൻ കുറച്ച് ബ്രൗൺ ഒരു കളറാവണ വരെ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ചൊരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴേക്ക് ഞാൻ എടുക്കും. ഇതിപ്പോൾ ഞാൻ കുറച്ച് ബ്രൗൺ ഷെയ്ഡൊക്കെ വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ യോഗേർട്ടൊക്കെ പുരട്ടിയിട്ട് അതിൻ്റെ മേലെ തക്കാളിയൊക്കെ വെച്ച് പിന്നെ ഫില്ലിങ്ങുകൾ വരുന്നതനുസരിച്ച് നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ചേർക്കാം. ക്യാരറ്റ്, പിന്നെ കുറച്ച് യോഗേർട്ടോട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ തക്കാളി വെച്ച് അതിൻ്റെ മുകളിൽ ബ്രെഡോട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ച് റെഡി. അപ്പോൾ ഇനി മഷ്റൂമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.